ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ലാതെ ഒരു മനസ്സ് തോന്നി ഇതെല്ലാം ഒന്ന് രാസപരിശോധന എന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ പറയുന്ന ഡോക്യുമെന്റ് ഒരു പേപ്പറിൽ ഒരു ഡേറ്റ് എഴുതി വെച്ചാൽ ബാക്ക്വേർഡ് ആയിട്ട് നമുക്ക് വിട്ട് എഴുതാം. ഇല്ല എങ്കിലല്ലേ ഞാൻ എഴുതിയെന്നും അർത്ഥവും ഈ പറഞ്ഞു വന്നിരുന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവും. വെറുതെ വന്നിരുന്ന് ഞാനിത് പറഞ്ഞ് ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവചനങ്ങൾ, മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന പ്രവചനങ്ങൾ. ശ്രീ സുദർശൻ കൊല്ലം, സർ ABC-ലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്കളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കേൾക്കാനിടയായത് ശ്രീ സുരേഷ് ഗോപിയുടെ ഈ എന്താ പറയുക ഇലക്ഷൻ സംബന്ധിച്ചിട്ട് പുള്ളിക്കാരൻ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് കേരള സമൂഹം മൊത്തം താങ്കളെ ഉറ്റുനോക്കുന്നത്. ആരാണ് ഈ സുദർശൻജി എന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ താങ്കളെപ്പറ്റി കുറേ നിരീക്ഷിച്ചു. എന്താ പറയുക, എന്താണ് മറ്റുള്ളവരിൽ നിന്നും താങ്കൾ തികച്ചും വ്യത്യസ്തനാകുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രവചനങ്ങൾ എഴുതുന്നത്? എന്തെങ്കിലും ഓതൻറ്റിസിറ്റി ഉണ്ടോ? അങ്ങനെ ഒരുപാട് നൂറ് ക്വസ്റ്റ്യൻസ് എല്ലാ മലയാളികളുടെയും ഉള്ളിലുള്ളതുപോലെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ മോദിജിയുടെ അധികാരം, പിന്നെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡൻ്റ് ആകുന്നു, പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വരുന്ന ഒരു വലിയ മഹാ അണു, അതായത് ഇപ്പോൾ വൈറസ്, നമ്മുടെ കോവിഡിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ നിരവധി പ്രവചനങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? രണ്ട്, ഈ പറഞ്ഞ പ്രവചനം ശരിയാണോ തെറ്റാണോ ഒന്ന് പറയാമോ? ആദ്യം തന്നെ സാർ നമസ്കാരം. നമസ്കാരം. പ്രസ്ഥാനത്തിന് നമസ്കാരം. പിന്നെ എൻ്റെ എല്ലാമായ എനിക്ക് എന്തെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് നൽകുന്നതോ എനിക്ക് ഇത് തരുന്ന ആ ഈശ്വരന്മാർ, പ്രത്യേകിച്ച് എൻ്റെ ആശ്രാമ ശ്രീകൃഷ്ണ സ്വാമി അദ്ദേഹത്തിനും പരാശക്തി മഹാദേവനും നാഗത്താമനാർക്കും, പിന്നെ സർവോപരി ഇതെല്ലാം പൊതുജനങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഭാര്യ മനസ്സ് വെച്ചെങ്കിലേ പറ്റൂ. കാരണം ഭാര്യയും മോളും കൂടെ, ഭാര്യയാണ് മോൾ, പിന്നെ അറിവായി വന്നതിന് ശേഷമാണ്. ഭാര്യയുടെ പേര് ബിന്ദു, മോള് ലക്ഷ്മിപ്രിയ. അപ്പം എൻ്റെ വിവാഹം 1994 കഴിഞ്ഞത്. അപ്പം എനിക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷേ വിദ്യാഭ്യാസം വേണ്ട വിധേനമൊന്നുമില്ല. അപ്പം അതിനുള്ള നിവൃത്തിയില്ലായിരുന്നു. അപ്പം അച്ഛൻ ചെറുപ്രായത്തിൽ മരിച്ചു, അമ്മ, ഞങ്ങൾ 5 മക്കൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അപ്പോൾ എനിക്കൊരു 6ാം ക്ലാസ് ജയിച്ചു, പക്ഷേ തുടർന്ന് പഠിക്കാനൊരു സാഹചര്യം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അത് മുടക്കിയിട്ട് വർക്ക്ഷോപ്പ് ജോലിക്ക് പോയി. പക്ഷേ എൻ്റെ ഒരു 9ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയുടെ, എൻ്റെ 8ാമത്തെ ദിവസം അച്ഛൻ മരിക്കുന്നു. 9ാമത്തെ വയസ്സിൽ എനിക്ക് ചെറിയ ഓർമ്മ, എൻ്റെ അമ്മ വല്ലാത്ത ഒരു ദൈവിക ആശ്രാമ ശ്രീകൃഷ്ണ സ്വാമിയുടെ ഭക്ത എന്നുള്ള നില. അപ്പോൾ അങ്ങനെ അമ്മയുടെ കൂടെ പോയി ദൈവികമായ ഒരു മനസ്സിലെനിക്ക് ചിന്ത ഉണ്ടായി. പിന്നെ യഥാർത്ഥത്തിൽ ഈ തപം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായ ഒരു പ്രധാന കാരണം, അതെനിക്ക് പറയുന്നതുകൊണ്ടൊരു വിഷമമില്ല. അത് താങ്കളുടെ മുന്നിൽ പറയുന്നതിന് അതെനിക്ക് പൊതുജനങ്ങളുടെ, കാരണം എല്ലാവർക്കും ഒരു പ്രചോദനമാവണം ഒരു മനുഷ്യൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടിണിയുടെ ഒരു ഓക്കെ, മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ വെറുതെ എടുത്തു തുടങ്ങി. പഠിക്കാനോ കഴിഞ്ഞില്ല. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രപഞ്ചം, എല്ലാവരും പറയാറുണ്ട് തന്നവൻ ദൈവം അന്നവും തരും. പക്ഷേ പട്ടിണി കിടന്ന ഞാൻ പലവട്ടം എന്തുകൊണ്ടെനിക്ക് അത് കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള ചിന്ത വന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ കാണുന്നറിയാമല്ലോ, മാങ്ങയായാലും പുളിയായാലും കരിക്കായാലും ഒക്കെ തന്നെയാണ് ആഹാരം. പിന്നെ അമ്മ കഷ്ടപ്പെട്ട് പിന്നെ ഒരു നേരം ഉള്ളത് നല്ലപോലെ തന്നും വളർത്തി. പക്ഷേ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിൽ എൻ്റെ അഷ്ടമുടി കായലിൻ്റെ കരയിൽ ഞാൻ ദീർഘനേരം, എൻ്റെ ചെറുപ്രായത്തിൽ ദീർഘനേരം, അമ്മ എല്ലാവരും അത് പറയാം, അമ്മ പലരും തിരക്കുമ്പം ഒന്നേ എവിടെയെങ്കിലും അപ്പുറത്തെ കാട്ടിനകത്തോ അല്ലെങ്കിൽ അവരെല്ലാം ബഹളം വെച്ചാൽ ഞാൻ ഇറങ്ങി വരത്തില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കും. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ പിന്നെ രാത്രിയിൽ നമ്മുടെ നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി, ചന്ദ്രനെയൊക്കെ നോക്കി കിടക്കുമായിരുന്നു ദീർഘനേരം. അപ്പോൾ അങ്ങനെ നിന്നെനിക്ക് പെട്ടെന്ന് തോന്നി ആശ്രാമ ശ്രീകൃഷ്ണ സ്വാമിയുടെ അടുത്ത് പോയി നിർമ്മാല്യം കാണണം. അങ്ങനെ ഞാൻ അതിനെ പോകാൻ തുടങ്ങി. അങ്ങനെ മനസ്സിൽ ഭക്തിയോ അല്ലാതെ ആയി. പിന്നെ ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പം ഈ വർക്ക്ഷോപ്പ് ജോലിയും എല്ലാത്തിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഞാൻ ബോംബെക്ക് പോയ സമയത്തും അവിടെയും ഇത് ഞാൻ ഫോളോ ചെയ്തു. കാരണം ചില കടും വ്രതം, ഇരട്ടി വ്രതം എടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ 1984 ഞാൻ സൗദി അറേബ്യയിൽ പോയി. അവിടെ ഏപ്രിൽ മാസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് പറ്റിയത്. നമ്മളുടെ അടുത്ത് ഒരു മനുഷ്യർ പോലും, എൻ്റെ അറബി ആയാലും ഒരു മനുഷ്യർ പോലും, ഞാൻ എൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ ദൈവത്തിൻ്റെ ഫോട്ടോയും ചന്ദനത്തിരി കൊണ്ടുപോയി
അവിടെ ഞാൻ കത്തിച്ച് വെച്ച് ഇവരെല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുണ്ട് എൻ്റെ സന്ധ്യയ്ക്കൊക്കെ പ്രാർത്ഥിക്കും. അതിനകത്ത് ആരും എന്നെ ഒരു തടസ്സം എൻ്റെ അറബി പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഒരുപാട് നമിക്കുന്നത്. പക്ഷേ എനിക്കൊരു തടസ്സം എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തകൾ വന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഞാനേ ഉള്ളായിരുന്നു അന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മലയാളിയായിട്ട് ബാക്കിയുള്ളവർ ഹിന്ദിക്കാരും തമിഴും ഒക്കെയാണ്. അപ്പോൾ മിസ്സിലൊരു മലപ്പുറം ഇക്കയാണ് മിസ്സ് നടന്നത്. അപ്പം പുള്ളിയെടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അപ്പോൾ അന്ന് എല്ലാവരും കൂടി ഇരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി പിന്നെ അറാംകോ എന്തോ കമ്പനി എന്ന് കണ്ട പറയുന്നത് എന്തോ ഓപ്പൺ എന്തിനോ അവിടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ അറിയില്ല, പെട്ടെന്ന് ഞാൻ അന്നേരമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ആദ്യ പ്രവചനം സത്യം എന്ന് പറയാൻ തുടങ്ങുന്നത്. അന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം, വല്ലാത്ത ചോരമയോ കണ്ടപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയി, എന്ത് ചെയ്യാനാ ഇനി ഏറി വന്ന 10 നാൾ, ഈ 10 നാളിനുള്ളിൽ അവരുടെ അംഗരക്ഷാരെ വിശ്വസ്തരായവരിൽ നിന്ന് തന്നെ അവർ കൊല ചെയ്യപ്പെടും. ഞാനിത് പറഞ്ഞു. അന്നെന്തോ എനിക്കറിയില്ല, ഭക്ഷണവും കഴിക്കാൻ തോന്നിയില്ല. അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇവരാരെല്ലാം അനങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ഇനി പോരുന്നു. അപ്പം ഞാൻ പോരുന്നു. അപ്പം എന്നിങ്ങനെ പോകും. ഭക്ഷണം കൃത്യം 10ാമത്തെ ദിവസം ഈ മലപ്പുറത്തേക്ക് ബസ് മിസ് ഞാൻ ഭക്ഷണം ഞാൻ കഴിക്കാൻ തന്നപ്പോൾ എല്ലാവരും എന്നെ കൊണ്ടൊരു പ്ലേറ്റുകളൊക്കെ എടുത്തുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ഓടുന്നു, മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കാണിക്കുക, എല്ലാ ഗുണ്ടകളെല്ലാം എന്തിങ്ങനെ. അപ്പം ഇങ്ങനെ പറയടാ പഹ നീ ഇനി വന്നേന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് TV കാണിച്ച് പറയുമ്പോൾ ഇത് കണ്ട നീ പറഞ്ഞതെന്നാന്നറിയാം, ഇന്ന് 10ാമത്തെ ദിവസം അവർ മരിച്ചു. അതെന്നെ വല്ലാതെ ഷോക്ക് ഏൽപ്പിച്ചു. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. എനിക്കത് പറയണമെന്ന് തോന്നിയ. പക്ഷേ ഇത് വേറെ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അത് ആരോടും പറഞ്ഞിട്ടില്ല, ആരും പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇത് പിന്നെ എഴുതി വെക്കണമെന്ന് തോന്നിയത് അതിന് ശേഷമാണ്. 1.5 മാസം വരെ ഇങ്ങനെ മൗനമായിട്ട് പിന്നെ ഞാനിത് ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ വിട്ട് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച കൂട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഇത്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെ ഒക്കുന്നു എന്നുള്ളതൊക്കെ അതൊരു ഒരു ശക്തമായ ഒരു വെളിപ്പെടുത്തൽ. അത് സത്യമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യർക്ക് അതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സത്യത്തെ മനസ്സിലാക്കാനോ ഒന്നും, പക്ഷെ അവർക്ക് അറിയാം, സത്യമാണെന്നറിയാം, പക്ഷെ അവർ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ എന്തുവാണേലും അത് നമുക്കൊരു വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. കാരണം വെച്ചാൽ ആദ്യമായിട്ട് നമുക്കിങ്ങനെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കടും വ്രതം, അതായത് സൗദി അറേബ്യയിലെ കാര്യം അറിയാമല്ലോ, കടും വ്രതം. ആ വ്രതത്തിനകത്തൊക്കെ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ വെയിലത്ത് ജോലി ചെയ്ത് ഈ വ്രതമായിട്ട് ഇങ്ങനെ കഠിനമായപ്പോൾ അത് അർദ്ധരാത്രിയിൽ മാനവും നോക്കി കിടക്കും. അപ്പം എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹമാണ് വാന നിരീക്ഷണം നടത്തുന്നൊരു ഇതൊക്കെ മേടിക്കുന്നു. പക്ഷേ അതിനുള്ള ഗതിയില്ലായിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും ഓരോ ചിന്തകൾ മനസ്സിൽ വരാൻ തുടങ്ങി. അപ്പം മനസ്സിൽ ചിന്തകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിൽ തെളിച്ചു തരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ഈ ഒരു സംഭവം. ഈ ഭൂമി എന്താണെന്നും എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒന്നും ആണോ, എന്തെങ്കിലും ഒന്നും അല്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. ഭക്ഷണമാണോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാം എന്നുള്ളതെക്കുറിച്ച് പലതും ചിന്തിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ മനസ്സിൽ തെളിഞ്ഞത്. ഇതാണൊക്കെ ലോകത്തെ വിറപ്പിക്കുന്ന മാരകമരാണ് മനുഷ്യനെ വേട്ടയാടും. വൈദ്യശാസ്ത്രം എൻ്റെ മുന്നിൽ പകച്ചു നിൽക്കും. ഈ ഫസ്റ്റ് പ്രവചനം ആരെ പറ്റിയായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ ഈ പ്രവചനം വേറെ ഏതെങ്കിലും മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? മീഡിയയിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, അത് ഞാൻ കണ്ടിട്ടില്ല. പലരും വന്ന് ഇപ്പോൾ അതിൻ്റെ ആദ്യ തുടക്കം നമ്മളുടെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയണം എന്നുള്ളൊരു കടമ കൊണ്ട് പറയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൊറോണ, ഇപ്പം അങ്ങനെയാണല്ലോ ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം. ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ കൊറോണ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇത് പുള്ളിക്കാരനപ്പം എൻ്റെ വൈഫിന് ഉള്ളത് ഇടയ്ക്കെന്ന് പറഞ്ഞോണ്ടേ, ഈ എൻ്റെ വൈഫാണ് ഇതിൻ്റെ അക്ഷരത്തെറ്റും എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിൽ എഴുതി തരുന്നത്. 94 എൻ്റെ വിവാഹം കഴിഞ്ഞ് അന്ന് ആദ്യ ദിവസം തന്നെ പാലും കൊണ്ട് വന്ന് ഞാൻ ആദ്യം അതും കുടിച്ചിട്ട് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നല്ല അക്ഷരത്തിൽ ഒരു അക്ഷരത്തെറ്റ് മാറ്റും തിരുത്തി എഴുതി തരുമോ? അതിനെന്താ കുഴപ്പമില്ല. അപ്പോഴാണ് അത് അറിയുന്നത് എൻ്റെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ അപ്പച്ചി എൻ്റെ അമ്മ, അവരുടെ അപ്പച്ചി എൻ്റെ അമ്മയും കൂടെ നടത്തി വെച്ചൊരു 15 ദിവസം കൊണ്ട് വിവാഹം. അതിനൊരു വിഷമമില്ല. അങ്ങനെ അതെനിക്കിത് എഴുതി തന്നു. അതായത് 96 മുതലാണ് എനിക്കിത് യഥാർത്ഥത്തിൽ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ എഴുതുന്നെങ്കിൽ 96 മുതലാണ് എനിക്ക് എഴുതി തരാൻ തുടങ്ങി. പക്ഷേ ഈ എഴുതിയത് തന്നെല്ലാം അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം ഈ മാധ്യമത്തിൽ അവിടെ ഇവിടെ TV യിലൊക്കെ വരിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് വലിയ വിഷമം. ഞാൻ എഴുതി കൊടുത്തില്ലേ, എന്നിട്ടത് കാണുന്നില്ലല്ലോ, ആരും അങ്ങനെയില്ല. അങ്ങനെ ഒരു പ്രയാസം എൻ്റെ ഉള്ളിൽ ഒരുപാട് അലയടിച്ച് 2006 ഞാനിത് കൊണ്ട് ചെന്ന് പത്രത്തിൻ്റെ പേര് പറയുന്നൊരു വിഷമമുണ്ടോ, ഒരു ലീഡിങ് മാധ്യമം, അതായത് മനോരമ, എന്തിനാ പറയുക, അത് ഉള്ളതിരുന്നോട്ടെ അവരും അറിയട്ടെ, മലയാള മനോരമ
മാതൃഭൂമി, കേരള കൗമുദി, ഇപ്പം അവസാനം എൻ്റെ ആ കുറച്ച് കഴിഞ്ഞ് ജന്മഭൂമി, ഇവിടെ എല്ലാം ഞാൻ കൊണ്ടു നടന്നു. അപ്പം ഒരു ചാനൽ, ലീഡിങ് ചാനലിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും 2014 എനിക്ക് മൊബൈൽ അന്ന് ടച്ച് ഫോണില്ല, ഒരു തമിഴ്നാട്ടുകാരൻ, ഒരു മുടിവെട്ടുകാരൻ, അയാളുടെ മൊബൈലിൽ എൻ്റെ ഈ സുഖമരുത്വം എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠത്തുല്യനാണ്, അദ്ദേഹത്തിന് ഈ ചരിത്രങ്ങളെല്ലാം അറിയാം. കാര്യം ഇദ്ദേഹമാണ് ഇത് ഓർഡറാക്കി തന്നത്. അപ്പോൾ ഇതെല്ലാം സത്യം അറിയാം. അപ്പം പുള്ളി അവിടെ പിന്നെ ഈ ചാനലിൽ വിളിച്ച് പറഞ്ഞു, മഹാ അത്ഭുതമായ സംഭവങ്ങളാണ് അത് എഴുതി വെച്ചിരുന്നത്, കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ദിവസം ശരി നമുക്കൊരു അയച്ചു കൊടുക്കാൻ പറയും. ഇതെല്ലാം നമുക്കറിയില്ലായിരുന്നു. അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് പിന്നെ ഇതെന്തോന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അങ്ങോട്ട് പോയി. ഈ രണ്ടാമത്തെ പ്രവചനം ഏതായിരുന്നു? ഈ പറയുന്ന കൊറോണയായിരുന്നു? രണ്ടാമത്തെ പ്രവചനം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ആയിരുന്നു. നരേന്ദ്രമോദിയുടെ അധികാരം. അധികാരത്തിൻ്റെ അല്ല, ഞാൻ അന്ന് പറഞ്ഞത് ഗുജറാത്തിൽ കാരനൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഒരു അമേരിക്കൻ ക്യാബിൽ കണ്ടെയ്നറിനകത്ത് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുജറാത്തിൻ്റെ പിന്നെ എനിക്കന്ന് മലയാളത്തിൻ്റെ ബുക്കുകളൊന്നും കഴിയാതെ ഗുജറാത്തിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗുജറാത്തിൻ്റെ ബുക്കിലെടുത്ത് ഞാൻ പടം നോക്കും. ഇപ്പം ഹിന്ദി അറിയാം, അതുകൊണ്ട് ഇതിൻ്റെ ചോദ്യം പറഞ്ഞു തരും. അപ്പം നോക്കിയപ്പോൾ കാണാം ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നമ്മുടെ നേതാവ്, അദ്ദേഹം അന്ന് നല്ല എങ്ങാട്ട് നിൽക്കുന്നത്. അപ്പം പുള്ളിയുടെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ട് ഞാൻ മറിച്ച് പിന്നെയും എന്തോ ഒരു മനസ്സിലെന്തോ ഒരു സ്പാർക്ക് പോലെ എന്തോ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ നോക്കണമെന്ന് വെച്ചാൽ ഞാൻ നോക്കി. അപ്പം നമ്മളെല്ലാം കിന്നരി സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഗ്ലേസിങ് വരും എന്ന് പറഞ്ഞ പോലെ ഒരു ഇത് തന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതെന്താണങ്ങനെ. അപ്പം ഞാൻ അന്ന് രാത്രിയിൽ എൻ്റെ ധ്യാനത്തിന് ചില സമയങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്ത് വരുന്നതിനൊരു സമയമുണ്ട്. അതിനകത്തൊന്നും പറയാൻ പറ്റില്ല, അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 4 മണിയാവാം, ചിലപ്പോൾ 3 മണിയാവാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം തിളങ്ങി നിൽക്കുകയാണ്. എല്ലാവരും താഴെ അതായത് ഞാൻ കാണുന്ന രൂപം എന്ന് പറഞ്ഞാൽ ചില ഇപ്പോഴുള്ള സീരിയലിലൊക്കെ നമ്മൾ പിന്നെ ചരിത്ര സീരിയലിലൊക്കെ കാണാമല്ലേ, ശിവനായാലും വിഷ്ണുവായാലും ഭഗവാനും ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നിന്ന് ഉയരുന്നത് മറ്റുള്ളൊരു എന്നുള്ള ഒരു രൂപം ഞാൻ അന്ന് നടക്കുന്നത്. ഞാൻ ആരുടെടുത്തും ഈ സത്യം പറഞ്ഞിട്ടില്ല. അല്ല, ഇതിനകത്തിപ്പോൾ സത്യം പറയുന്നതിലുപരി ഒരു ഓതന്റിക്കേഷൻ വേണം. ഇപ്പോൾ എനിക്കും പറയാം, ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് കൊറോണ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് പറയാം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻ എല്ലാ രേഖകളും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എൻ്റെ എഴുതി വെച്ചേക്കുന്നതിനകത്തുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എഴുതി വെച്ചേക്കുന്നല്ല, എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഞാൻ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നു. അപ്പോൾ സാറിൻ്റെ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒറിജിനൽ അത് പിന്നെ കുറച്ച് പേരൊക്കെ അതിനകത്ത് നിന്ന് ഒറിജിനലൊക്കെ പലരും കൊണ്ടുപോയി, പലരും കൊണ്ട് തന്നിട്ടില്ല, പിന്നെ കുറേയേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എങ്കിലും പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ലാരും ഒരു മനസ്സ് തോന്നി ഇതെല്ലാം ഒന്ന് ഒരു പിന്നെ ഇതെന്താണ് ഇതുണ്ടല്ലേ, രാസപരിശോധന എന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ. അതെ. അപ്പോൾ പറയുന്ന ഡോക്യുമെന്റ് ഒരു പേപ്പറിൽ ഒരു ഡേറ്റ് എഴുതി വെച്ചാൽ ബാക്ക്വേർഡ് ഡേറ്റ് നമുക്ക് എഴുതാം. ഇല്ല എങ്കിലല്ലേ ഞാൻ എഴുതിയെന്നും അർത്ഥവും ഈ പറഞ്ഞു വന്നിരുന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവും. വെറുതെ വന്നിരുന്ന് ഞാനിത് പറഞ്ഞ് ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ എനിക്കത് ഞാൻ വലിയ എമൗണ്ട് ആവോ ഒന്നും എനിക്ക് അറിയത്തില്ല. അത് എങ്ങനെ അതിൻ്റെ വഴികളൊന്നും നമുക്കറിയില്ല. അപ്പം ഇത് പല പ്രമുഖരും ഇത് വർഷം മുമ്പ് ഇത് വാങ്ങിയിട്ടുണ്ട്. വാന നിരീക്ഷണം നടത്തുന്ന വ്യക്തികൾ പോലും ഇത് വാങ്ങി അവർ ടൈപ്പ് ചെയ്ത് കോപ്പിയാക്കിയിട്ടുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.